قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أملك لنفسي نفعا ولا ضرا إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട ഒരു മാസത്തിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വത്തെ ഏറെ അവമതിക്കപ്പെടുന്ന, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ചുറ്റുപാട് നിലനിൽക്കുമ്പോഴാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റും ആളുകൾ നബിയെ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ നബിദിനം ആഘോഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നബിയെ അവമതിക്കുന്നത്, അല്ലെങ്കിൽ നബി അവമതിക്കപ്പെടുന്നത് ഇസ്ലാമിനോടും പ്രവാചകനോടും വിരോധമുള്ള ആളുകളാൽ മാത്രമല്ല, അതിനപ്പുറം പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, പ്രവാചകനെ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആഘോഷിക്കണം എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും പ്രവാചകനെ അവമതിക്കുന്ന കാഴ്ചപ്പാടുകളും നിലപാടുകളും സമീപനങ്ങളുമൊക്കെ വരുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആലോചനപ്പെടുത്തുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിൽ അവമതിക്കപ്പെടുക എന്ന് പറയുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകനോടുള്ള വിരോധത്തിൻ്റെ പേരിൽ അവമതിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്നേഹത്തിൻ്റെ പേരിൽ പ്രവാചകനിൽ ഇല്ലാത്തത് ആരോപിക്കുക, പറയുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പ്രവാചകനെ അവമതിക്കുന്നതിന് തുല്യമാണ്. അതും പ്രവാചകൻ്റെ ആളുകളായി നിന്നുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ പ്രവാചക ജന്മദിനം ആയ ഈ മാസത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ പ്രവാചകൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ്? നമ്മൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്ന രൂപത്തിലാണോ പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ആലോചനകളാണ്, ചിന്തകളാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ വരുന്നു. അഥവാ മക്കയിലാണ് നബി ജനിച്ചത്. അവിടെ ഒരു സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ, ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ്റെ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ആ കാലത്തേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പ്രവാചകൻ ആ മക്കയിൽ ഒരു സന്ദർഭത്തിൽ താൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറയുന്നു. അതോടൊപ്പം ദൈവം മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറയുന്നു. വിചാരണ ലോകം എന്ന് പറയുന്നൊരു ലോകം മരണാനന്തരം നമ്മയും കാത്തിരിപ്പുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ
എഴുന്നേറ്റ് നിന്നിട്ട് താൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മക്കയിലെ ആളുകൾ, ഇവിടെ മുസ്ലിങ്ങളൊന്നും വേറെ ഇല്ലല്ലോ, മക്കയിലെ ആളുകൾ, ഇനി മുസ്ലിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ മാറ്റി നിർത്തിയാലോ അവിടെ ധാരാളം മുസ്ലിങ്ങളല്ലാത്തവരുണ്ടല്ലോ, അവരോടാണല്ലോ ഇത് ആദ്യം പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്താണ്? അഥവാ ഇദ്ദേഹം ദൈവത്തിൻ്റെ അടുത്ത ആളാണ്, ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, ദൈവത്തിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടി ഇയാൾക്ക്, ഈ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, പല അദൃശ്യ കാര്യങ്ങളും അറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി, സ്വാധീനത്തോടുകൂടി പലതും അത്ഭുതങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് അവർ ചിന്തിച്ചു. അവർ ചിന്തിച്ചു എന്നല്ല, നമ്മളാണെങ്കിലും അങ്ങനെ ചിന്തിക്കുമല്ലോ. ഒരാൾ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ അടുപ്പക്കാരനാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇത്രയും മനുഷ്യന്മാരവിടെ ഉണ്ടായിട്ട് ഒരാളെ മാത്രം ദൈവത്തിൻ്റെ ദൂതനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ദൈവത്തിലുള്ള അള്ളാഹുവിലുള്ള സ്വാധീനം വളരെ വലുതായിരിക്കും. അപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ച് എന്ത് അദൃശ്യ കാര്യങ്ങളും അറിയാൻ സാധിക്കും, എന്ത് അത്ഭുതങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് ആ ജനത ധരിച്ചു. അതിൻ്റെ പേരിൽ അവർ പല അത്ഭുതങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവശ്യപ്പെട്ടു. പല അദൃശ്യങ്ങളും പറയാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചരിത്രങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. ഇത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ, അയാൾ നമ്മളോട് പറയാണ്, എന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്താണ്? അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും എന്നല്ലേ നമ്മളെല്ലാവരും ധരിക്കുക. നമ്മൾ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ പി എ ആയിപ്പെട്ട, മുഖ്യമന്ത്രിയുടെ വേണ്ട, ഒരു MLA-യുടെ പി എ ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ പി എ ആണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇയാളെ സ്വാധീനിച്ച പലതും നടക്കൂലോ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ ഇയാളോട് പറഞ്ഞാൽ മതിയല്ലോ എന്നപ്പോൾ ചിന്തയായിരിക്കും പെട്ടെന്ന് നമ്മൾ വരിക. അതേ സ്ഥാനത്ത് ഒരാൾ നിന്നിട്ട് പറയുന്നു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ ദൂതനായിട്ട് പടച്ചതമ്പുരാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന ജനങ്ങൾ രണ്ടർത്ഥത്തിൽ പ്രവാചകനോട് കാര്യങ്ങൾ ആവശ്യപ്പെടും. ഒന്നാമത്തേത് സ്വാഭാവികമെന്നുള്ള നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ദൈവത്തിൻ്റെ ദൂതനാണല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഏത് അദൃശ്യ കാര്യങ്ങളും ദൈവത്തെ സ്വാധീനിച്ച് അറിയാൻ കഴിയും. ദൈവം അല്ലെങ്കിൽ ഇയാൾക്ക് അറിയിച്ചു കൊടുക്കും, കാരണം ദൈവം തിരഞ്ഞെടുത്ത ആളല്ലേ, അറിയിച്ചു കൊടുക്കും. രണ്ടാമത്തേത്, ഇദ്ദേഹം ദൈവത്തിൻ്റെ ദൂതനാണോ, പ്രവാചകനാണോ, അതോ കള്ളപ്രവാചകനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അവർ ആ പ്രവാചകനോട്, ആ മനുഷ്യനോട് ആവശ്യപ്പെടുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും. എന്താണ്? അദൃശ്യ കാര്യങ്ങൾ ചോദിക്കും, അത്ഭുത കാര്യങ്ങൾ നടത്താൻ പറയും. ഇതാ ജനത പ്രവാചകനോട് ചോദിച്ചിരുന്നു. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാ പ്രവാചകനോട് അവർ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിന് പ്രവാചകൻ പറഞ്ഞ രണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള മറുപടി വിശുദ്ധ ഖുർആനിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു പ്രവാചകനെ കൊണ്ട് പറയിക്കുന്നുണ്ട്. ഈ രംഗം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആ വാചകം ഒന്ന് കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു, പറയുക പ്രവാചകരെ, കുല്ല അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ് വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ അൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 50-ാമത്തെ വചനമാണിത്. എന്താ ഇവരിങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഷാർപ്പായിട്ട് റെഫ്യൂട്ട് ചെയ്യുകയാണ്. ഷാർപ്പായിട്ട് പ്രവാചകൻ അതിനെ ഖണ്ഡിക്കുകയാണ്. നമ്മളത് ആലോചിക്കണം. ഇവരാവശ്യപ്പെടുന്നത്, താങ്കൾക്ക് ദൈവത്തിൻ്റെ പ്രവാചകനല്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനെ പ്രവാചകൻ വളരെ ഷാർപ്പായിട്ട്
ഖണ്ഡിക്കുകയാണ്, നിഷേധിക്കുകയാണ്. അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു, നബിയെ താങ്കൾ പറഞ്ഞു തരും, ജനങ്ങളോട് പറഞ്ഞു തരും. കുല്ല അഖൂലുലക്കും ഇന്ദി ഖസായിനുല്ലാഹ്, എൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ഖജനാവുകളൊന്നുമില്ല. പ്രവാചകൻ എന്ന് പറയുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ഖജനാവുകളൊന്നുമില്ല. വലാ അലമുൽ ഗൈബ്, എനിക്ക് അദൃശ്യം അറിയാനും കഴിയില്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ, ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ത്, ഞാൻ മലക്കാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, ഞാൻ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ വഹീനെ പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ് പ്രവാചകന്റെ മറുപടി, അല്ലെങ്കിൽ അള്ളാഹു പറയിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നില്ല അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ കൈവശമുണ്ടെന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഞാൻ മലക്കാണെന്ന്. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നില്ല എനിക്ക് അദൃശ്യം അറിയാമെന്ന്. ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വഹീനെ പിൻപറ്റുക, ദിവ്യബോധനത്തെ പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും എങ്ങനെയാണ് സമമാവുക? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? ഈ 50-ാമത്തെ വചനത്തിലുള്ള വാചകത്തിൻ്റെ മലയാള ആശയം ഏതാണ്ട് ഇപ്രകാരമാണ്. പ്രവാചകൻ അതിനെ നിഷേധിക്കുകയാണ്. പ്രവാചകന് അദൃശ്യങ്ങൾ അറിയാൻ കഴിയും, ദൈവത്തിൻ്റെ ദൂതനായതുകൊണ്ട് കഴിയും എന്ന ആ വിചാരത്തോടു കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. നമ്മുടെ സ്വാഭാവികമായ ഭാഷയിൽ ആ ഉന്നയിക്കുന്നത് തെറ്റല്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമല്ലോ. ഞാനതാണ് മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് പ്രവാചകൻ അതിനെ നിഷേധിക്കണം. ഞാൻ അങ്ങനെ അദൃശ്യമൊന്നും അറിയില്ല, എനിക്കങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അദൃശ്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല. രണ്ടാമത് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം, 6-ന്റെ തൊട്ടടുത്ത അധ്യായം 7-ാം അധ്യായത്തിലെ 188-ാം വചനത്തിൽ, അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്. കുല്ല അംലികു നഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലഅസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. വീണ്ടും പ്രവാചകനെ കൊണ്ട് അല്ലാഹ് പറയുകയാണ്, പറയുക നബിയെ, അവരോട് പറഞ്ഞേക്ക്, കുല്ല അംലികു നഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ്, എനിക്ക് തന്നെ ദോഷം ചെയ്യാനോ ഗുണം ചെയ്യാനോ എനിക്ക് തന്നെ പറ്റൂല. നബി പറയണേ, എനിക്ക് തന്നെ പറ്റില്ല എനിക്ക് ഗുണം ചെയ്യാനും ദോഷം ചെയ്യാൻ, ഇല്ല മാഷാ അല്ലാഹ്, അല്ല വിചാരിക്കാതെ. വലൗ കുന്തു അഅലമുൽ ഗൈബ്, ഇനി എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് പോലെ അദൃശ്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ലഅസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂ, എനിക്ക് ധാരാളമായി നന്മകൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു, എന്നെ ഒട്ട് ദോഷം ബാധിക്കുകയുമില്ല. ശരിയല്ലേ? പ്രവചനം പറയുന്നത് ശരിയല്ലേ? എന്നെ ഒട്ട് ദോഷം ബാധിക്കുകയുമില്ല. എന്നിട്ട് പ്രവാചകൻ പറയണേ, നിങ്ങളീ പറഞ്ഞ ആളൊന്നും അല്ല ഞാൻ. ഇൻ അന ഇല്ലാ അന നദീറുൻ ബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്തയും മുന്നറിയിപ്പും നൽകുന്ന ആളാണ് ഞാൻ. അല്ലാതെ നിങ്ങളീ വിചാരിക്കുന്ന പോലെ ഉള്ള കണ്ട ദൃശ്യങ്ങളൊക്കെ അറിയാൻ ഒന്നും എനിക്ക് കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ എനിക്കൊരു ദോഷം ബാധിക്കൂലല്ലോ, എനിക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഈ രണ്ട് മറുപടി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ടൊന്ന് ചാലിച്ചു നോക്കിയേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്ത് പറയുകയാണ്, എനിക്ക് അദൃശ്യം അറിയില്ല, എനിക്ക് അദൃശ്യം അറിയില്ല. ഇതാ ജനതയോടാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വാചകങ്ങളുള്ള ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ ജനങ്ങളോട് പറയുന്നത്, പ്രവാചകന്മാർ എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയും. പ്രവാചകൻ അവിടെ കിടന്നുകൊണ്ട് ഈ നമ്മൾ ചെയ്യുന്നത് മൊത്തം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവർ വ്യാപകമായി പ്രസംഗിക്കുകയും എഴുതുകയും പാവപ്പെട്ട ജനങ്ങളെ ചൂഷണത്തിനായി ഉപയോഗിക്കുകയും ചെയ്യണം ഇത് പറഞ്ഞുകൊണ്ട്. അതേ പ്രവാചകൻ എല്ലാ കാര്യങ്ങളും അറിയും. ഒരു കാര്യം എത്ര ചോദിച്ചാൽ, മക്കയിലെ പ്രവാചകൻ സംബോധന ചെയ്തത് ആരെയാണോ അവർ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, പ്രവാചകൻ ആ കാലത്ത് ഇത് അവരോട് പറയുമ്പോൾ അവർ വന്നിട്ട് മുഹമ്മദേ, നിനക്ക് വലിയ സൗകര്യമൊക്കെ ഉണ്ടല്ലോ, നിനക്കതുകൊണ്ട് നിന്നെ തിന്മയൊന്നും ബാധിക്കൂല. ഇതിന് ചില സബബ് നുസൂലായിട്ട് പണ്ഡിതന്മാർ ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അതെന്തുമാകട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഈ വാചകങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഇവർ വന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം പലതും.
ഇവർ പലതും ഉന്നയിച്ചിട്ടുണ്ടാകാം. അത് ഈ പറഞ്ഞ ധാരണയോടുകൂടിയാകാം, അതല്ലെങ്കിൽ പ്രവാചകനാണോ എന്ന് പരീക്ഷിക്കാനായിരിക്കാം. കാരണം പ്രവാചകനാണെങ്കിൽ ദൈവത്തിന്റെ ആളെന്നുള്ള നിലക്ക് പലതും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അപ്പൊ വിശ്വസിക്കാമല്ലോ അദ്ദേഹം പ്രവാചകനാണെന്ന്. ഇവിടെ ഒക്കെ അദ്ദേഹം പറയുന്നത് എനിക്ക് അദൃശ്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അവരത്രേ പറയുന്നുള്ളൂ. നമ്മൾ അതിനപ്പുറത്താണ് പറയുന്നത്. പ്രവാചകൻ ഇത് അവരോട് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. അവരുടെ മുൻപിൽ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിക്കുന്ന അവരുടെ മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രവാചകനോട് ഇവർ ചെന്ന് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ്, അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത് എനിക്കിതറിയില്ല എന്ന് പറയുന്നത്. അവരങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബിക്ക് എന്നും ജീവിച്ചിരിക്കുന്ന ദൈവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റൂ എന്നാണ് അവർ വിശ്വസിച്ചത്. നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആളുകളെ കൊണ്ട് ഇവർ വിശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ 1400 കൊല്ലം മുമ്പ് വഫാത്തായി പോയിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പ്രവാചകൻ ആ മദീനയിൽ കിടന്നുകൊണ്ട്, ആ മക്ബറയിൽ കിടന്നുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും, അറിയും എന്നാണ്. അപ്പൊ ന്യായമായൊരു ചോദ്യമില്ലേ? അപ്പൊ ഈ അറിയില്ല എന്ന് പറഞ്ഞ എന്താണ് റസൂല്? അപ്പൊ ഈ റസൂൽ എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞ എന്താണ്? അത് ഖുർആനിലേ ഉള്ളത്, ഹദീസിൽ പോലും അല്ലല്ലോ. അതൊരു കിതാബിലല്ലല്ലോ ഉള്ളത്, മാസ്റ്റർ കിതാബിലല്ലേ അതുള്ളത്, പ്രമാണ രേഖയിലല്ലേ ഉള്ളത്, ഒന്നിലേറെ സ്ഥലങ്ങളിലല്ലേ ഉള്ളത്. എനിക്കിതറിയില്ല എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, നമ്മളിപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ വിഷയം പറഞ്ഞതെന്നറിയാമോ? നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, ഒരാൾക്ക് അദൃശ്യം അറിയാം എന്ന് പറയുന്നതോടുകൂടി അവിടെ ചൂഷണത്തിനുള്ള എല്ലാ കവാടങ്ങളും തുറക്കണം. ഒരാൾക്ക് അദൃശ്യം അറിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചൂഷണത്തിനും ഇടമുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നടക്കുന്ന എല്ലാ ചൂഷണങ്ങളും, ഔലിയാക്കളുടെ പേരിലാണെങ്കിലും പ്രവാചകന്റെ പേരിലാണെങ്കിലും, എല്ലാ ചൂഷണങ്ങളും നടക്കുന്നത് ഇവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒരാൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് ഒരു മനുഷ്യനും പോവില്ല. ഒരു മനുഷ്യനും പോലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾക്കൊരു കാര്യം അറിയാൻ പറ്റില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് അദൃശ്യം അറിയുക എന്ന് പറയും, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, കാണാത്ത കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നതാണ് എല്ലാ ചൂഷണത്തിന്റെയും മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചൂഷണം നടക്കണമെന്നുണ്ടെങ്കിൽ അദൃശ്യം അറിയും എന്ന് ഇവർക്ക് പറയണം. പ്രവാചകൻ അദൃശ്യം അറിയും. പ്രവാചകൻ അദൃശ്യം അറിയുമെന്ന് പറഞ്ഞാൽ യഥേഷ്ടം അറിയാൻ കഴിയുമെന്നാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകന് യഥേഷ്ടം അറിയാൻ കഴിയും. യഥേഷ്ടം അറിയാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ടാണ് മറ്റൊരു പ്രവാചകന്റെ അടുത്ത് എന്നതും. അപ്പോഴാണ് പ്രവാചകൻ പറയും എനിക്ക് അങ്ങനെ യഥേഷ്ടമൊന്നും അറിയാൻ പറ്റില്ല എന്ന് പ്രവാചകൻ പറയുന്നത്. അപ്പൊ ആ ജനത ജീവിച്ചിരിക്കുന്ന നബിയോടാണ് ചോദിച്ചത് എന്ത്? അദൃശ്യം പറയാൻ. നമ്മുടെ ജനം വിശ്വസിക്കുന്ന അതിനേക്കാൾ മുന്നോട്ട് പോയിട്ട് 1400 കൊല്ലമായി വഫാത്തായി പോയ പ്രവാചകനോടാണ് എല്ലാം കേൾക്കും, എല്ലാം അറിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞത്, അങ്ങനെ എല്ലാം കേൾക്കും, എല്ലാം അറിയും എന്നതൊരു വസ്തുതയാണെങ്കിൽ ഇത് വാദിക്കുന്നവരും ഇത് പറയുന്നവരും ഇത് എഴുതുന്നവരും ഇത് പ്രസംഗിക്കുന്നവരും ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അതെന്താന്ന് ചോദിച്ചാൽ, എനിക്കദൃശ്യം അറിയില്ല എന്ന് റസൂല് പറഞ്ഞത്, ഖുർആനിൽ പറഞ്ഞത്, അള്ളാഹു പറയിച്ചത്. അപ്പൊ എന്തറിയില്ല എന്ന റസൂല് പറഞ്ഞത്? എന്തറിയില്ല എന്നപ്പോ റസൂല് പറഞ്ഞത് ന്യായമായി നമ്മൾ ചിന്തിക്കണ്ടേ? എനിക്ക് വലൗ കുന്തു അലമുൽ ഗൈബ്, എനിക്ക് അദൃശ്യം അറിയാമായിരുന്നെങ്കിൽ, മറഞ്ഞ കാര്യം അറിയാമായിരുന്നെങ്കിൽ, ഭാവി അറിയാമായിരുന്നെങ്കിൽ എന്നെ ഒരു തിന്മയും ബാധിക്കില്ല, ഒരു ദോഷവും ബാധിക്കില്ല എന്ന് റസൂല് പറഞ്ഞത് അറിയില്ല എന്ന് പറഞ്ഞ് എന്താ? പിന്നെ ഈ ചോദ്യത്തിന്റെ മുൻപിൽ ഈ പറയുന്ന ആളുകൾ വല്ലാണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇവർ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ദൈവവിരുദ്ധ ന്യായമുണ്ട്. അതെന്താണെന്നറിയാമോ? ന്യായമായും ചോദിക്കാമല്ലോ. പിന്നെ റസൂൽ അറിയില്ല, നിങ്ങൾ പറയുന്നു എപ്പോഴും അറിയാമെന്ന്. റസൂല് നമ്മുടെ വേദപ്രമാണത്തിൽ പറയുന്നു, റസൂലിനെ കൊണ്ട് അള്ളാഹ് പറയുന്നു എനിക്കറിയില്ല. അപ്പൊ ഈ അറിയില്ല എന്ന് പറഞ്ഞത് എന്തറിയില്ല എന്നാണ് പറഞ്ഞത്? ആ അറിയില്ല എന്ന് പറഞ്ഞത് അവിടുത്തെ ബഹുദൈവ വിശ്വാസികളോടാണല്ലോ ആദ്യം പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായതുകൊണ്ട്, നിങ്ങൾ മുസ്ലിം അല്ലാത്തത് കൊണ്ട്, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്ന ഒരദൃശ്യവും എനിക്കറിയാം, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരദൃശ്യവും എനിക്കറിയില്ല. നിങ്ങൾ മുസ്ലിമായി മാറുകയാണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അദൃശ്യങ്ങളും എനിക്കറിയാം എന്നാണോ റസൂൽ അവരോട് പറയുന്നത്? റസൂൽ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം അതാണോ?
അഥവാ നിങ്ങളിപ്പോൾ മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ്, അതുകൊണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അദൃശ്യവും എനിക്ക് അറിയില്ല. അതേസമയം നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അദൃശ്യവും എനിക്കറിയാം എന്നാണോ പറയുന്നത്? അങ്ങനെ റസൂൽ പറയോ, മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ നിങ്ങൾ മുസ്ലിം അല്ല, അതുകൊണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട അദൃശ്യവും എനിക്കറിയില്ല. ഇവർ മുസ്ലിം, നിങ്ങൾ മുസ്ലിം ആവൂ എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അദൃശ്യവും എനിക്ക് അറിയാൻ കഴിയും എന്ന് റസൂൽ അങ്ങനെ ഒരു വർത്താനം പറയോ? റസൂൽ അങ്ങനെ ഒരു വർത്താനം പറയില്ല. ഈ ചോദ്യം വല്ലാണ്ട് ഇവരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഇവർ പറയുന്ന ദൈവവിരുദ്ധമായ ന്യായമുണ്ട്. ഈ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവർ പറയുന്ന ന്യായമുണ്ട്. എന്താണെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അദൃശ്യം അറിയില്ല എന്ന് പറഞ്ഞത് സ്വന്തം കഴിവ് കൊണ്ട് അറിയില്ല എന്നാണ് പറയുന്നത് എന്ന് ഇവർ ഒരു മാന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചറിയാം. പറ്റുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഉസ്താദേ ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന നബിക്ക് എല്ലാ അദൃശ്യവും അറിയാം, യഥേഷ്ടം അദൃശ്യം അറിയാം. യഥേഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് അദൃശ്യം അറിയാമെന്ന് ഇവർ പറയുന്നത് നബിക്ക്. അത് ഇന്നും അറിയാമെന്നാണ് ഇവർ പറയുന്നത്. അവരങ്ങനെ വിശ്വസിച്ചില്ല. അവർ ജീവിച്ചിരിക്കണമാണ് നബിക്ക് അറിയാമെന്ന് വിശ്വസിച്ചുള്ളൂ. ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത് 1400 കൊല്ലം മുമ്പ് വഫാത്തായി പോയ നബിക്ക് ഇന്നും അറിയാം എല്ലാ അദൃശ്യ കാര്യങ്ങളും എന്നാണ്. അങ്ങനെ പറഞ്ഞാലാണ് പലതും നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, അത് നബി അറിയൂല എന്ന് പറഞ്ഞത് സ്വന്തം കഴിവ് കൊണ്ട് അറിയില്ല എന്നാണ്. ഇത് എത്രമാത്രം കുടിലനായോ എന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഇവർക്കറിയാം ഇതൊക്കെ ഇങ്ങനെ പറയാതെ. എന്താ കാരണം? ഇത് കേൾക്കുന്ന തങ്ങളുടെ അനുയായികൾ ഖുർആൻ വായിക്കൂലെന്നും ഖുർആൻ പഠിക്കൂലെന്നും ഖുർആനെ കുറിച്ച് ചിന്തിക്കൂലെന്നും ഇവർക്ക് നന്നായി അറിയാം. പിന്നെ ആകെ ചെയ്യുന്നത് ഓതുകയാണ്. ഇതൊന്നും മനസ്സിലാവൂലെന്നും അവർക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ന്യായം ജനങ്ങളുടെ മുമ്പിലേക്ക് പറയാം. അവർ ഖുർആൻ എടുത്ത് മറിച്ചിട്ടും ഈ പറയുന്നത് ശരിയാണോ എന്ന് അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ ഒരു ഹദീസിലേക്കും പോകേണ്ടതില്ല, ഒരു കിതാബിലേക്കും പോകേണ്ടതില്ല. ഖുർആൻ തന്നെ നേർക്ക് നേരെ നമ്മൾക്ക് പടച്ചാമ്പരം തന്ന ഒരു ലോജിക് ഉണ്ടല്ലോ, ഒരു യുക്തി ഉണ്ടല്ലോ, ആ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ഇത്തരം പ്രാധാന്യത്തോട് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ചൂഷണങ്ങളും ഈ കേരളക്കരയിൽ പ്രവാചകനായിട്ടും ഔലിയാക്കളായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഇതില്ലാന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഒരിടത്തേക്കും പോവില്ല. പിന്നെ എല്ലാം പടച്ചവനോടെ പറയുള്ളൂ. കാരണം പടച്ചവൻ എല്ലാ ദൃശ്യം അറിയാം. ഇത് സ്വയം കഴിവുകൊണ്ട് എനിക്ക് അറിയില്ല എന്നാണ് നബി പറയുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതല്ല. സ്വയം കഴിവുകൊണ്ട് അറിയാൻ പാടില്ല എന്നല്ല നബി പറയുന്നത്. എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യഥേഷ്ടം അറിയാൻ കഴിയില്ല എന്നാണ് നബി പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നബി അവിടെ അവരോട് വാദിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? നബി അവരോട് വാദിക്കുന്നത് ഞാൻ ദൈവമാണ്, അള്ളാഹുവാണ് എന്നല്ല. നബി അവരോട് പറയുന്നത് ഞാൻ ദൈവദൂതനാണെന്നാണ്, ഞാൻ ദൈവമാണെന്നല്ല. ദൈവമാണെന്നൊരു പക്ഷേ പറഞ്ഞാൽ അവർ നബിയോട് ആവശ്യപ്പെടുക, ദൈവമാണല്ലോ, അതുകൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് ഈ അദൃശ്യങ്ങൾ പറയും, അല്ലെങ്കിൽ സ്വന്തം കഴിവുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യും എന്നായിരിക്കും അവർ പറയുക. അവരതല്ല പറഞ്ഞ, ഇതുപോലുള്ള അന്തം കെട്ടവരല്ല അവര്. അതുകൊണ്ട് നബിയോട് അതല്ല അവർ ചോദിച്ചത്. നബി ദൈവമാണെന്ന് വാദിച്ചിട്ടുമില്ല. നബി പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതനാണെന്നാണ്. ദൈവത്തിന്റെ ദൂതനാണെന്ന് പറഞ്ഞാൽ തന്നെ ദൈവം നൽകുമെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ നിന്റെ ദൈവത്തിന്റെ അടുത്ത് നീ അറിയി എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ നബിയുടെ സ്വയം കഴിവ് കൊണ്ട് ഇത് അറിയാൻ കഴിയും എന്ന വിചാരമേ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കില്ല. അവരത്രമാത്രം മണ്ടന്മാരല്ല, അവരത്രമാത്രം അന്തം കെട്ടവരല്ല ഇവരെ പോലെ. കാരണം ഒരിക്കലും നബിയുടെ സ്വന്തം കഴിവിൽ നിന്ന് അദൃശ്യം പറയൂ എന്നല്ല നബിയോട് അവർ ആവശ്യപ്പെടുന്നത്. സ്വന്തം കഴിവുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കൂ എന്നല്ല നബിയോട് അവർ ആവശ്യപ്പെടുന്നത്. മറിച്ച് നബി അവരോട് പറഞ്ഞത് ദൈവമാണെന്നല്ല, ഞാൻ ദൈവത്തിന്റെ ദൂതനാണെന്നാണ്. എങ്കിൽ ആ ദൈവത്തിനെ സ്വാധീനിച്ചുകൊണ്ട് ഇത് സാധിക്കുന്ന അവർ പറഞ്ഞത്. പിന്നെ അവർ സ്വയം കഴിവുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നത് ഇവർ നമ്മളെ വഴികേടിലാക്കാൻ വേണ്ടി പറയുന്നതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? മുഖ്യമന്ത്രിയുടെ ഒരു PA വന്നിട്ട് നമ്മളോട് പറയണേ, എന്നെ ഈ പ്രാവശ്യം മുഖ്യമന്ത്രി PA ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ആഹാരം കഴിക്കുന്ന നമ്മൾ ആരെങ്കിലും ചിന്തിക്കോ PA ആയിട്ട് തെരഞ്ഞെടുത്ത് ഇനി അയാൾക്ക് സ്വയം നമ്മളെ സഹായിക്കാൻ പറ്റും എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കൂല. നമ്മളെന്താ വിശ്വസിക്കുക? മുഖ്യമന്ത്രിയുടെ PA ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്വാധീനം കൊണ്ട് ഇയാൾക്ക് നമുക്ക് വേണ്ടി പലതും ചെയ്തു തരാൻ പറ്റും എന്നല്ലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അതേസമയം മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാലോ, ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ മുകളിൽ ഒരാളുടെ കാര്യം പറയോ? ഇല്ല. എന്താ കാര്യം? മുഖ്യമന്ത്രിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അയാളുടെ ശേഷി കൊണ്ട് ചെയ്തു തരും എന്ന് നമ്മൾ വിചാരിക്കുക. ഇവിടെ പ്രവാചകൻ പറയുന്നത് ഞാൻ അള്ളാഹു ആണെന്നല്ല,
ഞാൻ ദൈവമാണെന്നല്ല, ഞാൻ ദൈവത്തിന്റെ ദൂതനാണെന്നാണ് കേൾക്കുന്ന ആഹാരം കഴിക്കുന്ന ആരും വിചാരിക്കുക ഈ ദൈവത്തിന്റെ സഹായത്തോടു കൂടി ഇദ്ദേഹം അദൃശ്യം പറയുന്നു തന്നെയാണ്, അല്ലാതെ സ്വയം കഴിവുകൊണ്ട് അങ്ങനെ ചെയ്യുന്നല്ല. അത് ഇവർക്ക് ന്യായീകരിക്കാൻ വേണ്ടി, ഇവരെ നമ്മളെ ബോധം കെടുത്താൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണത്. അങ്ങനെയല്ല അത്. ഇനി രണ്ടാമത് മറ്റൊരു ന്യായം കൂടി അതിനകത്തുണ്ട്. അത് വേറൊന്നുമല്ല. 188 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? നബിയെ താങ്കൾ പറഞ്ഞേക്ക്, കുല്ല അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാഷാ അല്ലാഹ്. എനിക്ക് വേണ്ടി തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് പറ്റൂല, അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴല്ലാതെ. വലൗ കുന്തു അഅലമുൽ ഗൈബ്, എനിക്ക് അദൃശ്യം അറിയാമായിരുന്നെങ്കിൽ. എന്താ എനിക്ക് അദൃശ്യം അറിയാമായിരുന്നെങ്കിൽ എന്ന് റസൂൽ പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹിനെ സ്വാധീനിച്ച് എനിക്ക് എല്ലാ അദൃശ്യവും അറിയാനുള്ള, യഥേഷ്ടമായി അറിയാനുള്ള ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കത് പറ്റില്ല എന്നാണ് നബി പറയുന്നത്. അല്ലാതെ എൻ്റെ സ്വയം കഴിവുകൊണ്ട് എനിക്കറിയാമായിരുന്നെങ്കിൽ എനിക്കൊന്നും പറ്റില്ലായിരുന്നല്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരാൾക്ക് സ്വയം കഴിവുകൊണ്ട് അറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് തന്നെ ചിന്തിച്ചാൽ പോരെ. അതാ ഞാൻ പറഞ്ഞത്, കേൾക്കുന്ന അനുയായികൾ ഇത് വായിക്കൂലാന്നും ഇത് പഠിക്കൂലാന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കൂലാന്നും ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള അന്തക്കേടുകൾ നമ്മളെ പറഞ്ഞ് ഇവർ പഠിപ്പിക്കുന്നത്. റസൂൽ എന്താണ് പറയുന്നത്? എനിക്ക് അദൃശ്യം അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ദോഷം ബാധിക്കില്ലായിരുന്നു, ധാരാളമായി നന്മകൾ ഉണ്ടാകുമായിരുന്നു. ഇവരെന്താ നമ്മളെ പറയുന്നത്? അത് സ്വയം. അപ്പൊ ഇവിടെ ഇവർ പറയുന്ന അർത്ഥാനുസരിച്ച് ഇവിടെ എന്താകണം? എനിക്ക് സ്വയം കഴിവുകൊണ്ട് അദൃശ്യം അറിയാമായിരുന്നുവെങ്കിൽ എന്നെ ദോഷം ബാധിക്കില്ല, എനിക്ക് നന്മകൾ ധാരാളമായി കിട്ടുമായിരുന്നു എന്നാണല്ലോ. ഒരു കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്ത അദൃശ്യം അറിയാമെങ്കിലും സ്വയം കഴിവുകൊണ്ട് അദൃശ്യം അറിയാമെങ്കിൽ രണ്ടാണെങ്കിലും ഈ പണി നടക്കൂലേ? രണ്ടാണെങ്കിലും അയാൾക്ക് തിന്മ ബാധിക്കുമോ? ഇപ്പൊ ഞാനൊരു പ്രവാചകനാണ്, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എനിക്ക് സ്വയം കഴിവുകൊണ്ട് എല്ലാ അദൃശ്യവും അറിയാം, സ്വയം കഴിവുകൊണ്ട് എല്ലാ അദൃശ്യവും എനിക്കറിയാം, എങ്കിൽ എന്നെ തിന്മ ബാധിക്കില്ല, എനിക്ക് ഒരുപാട് നന്മ ഉണ്ടാകും. എൻ്റെ സ്വയം കഴിവുകൊണ്ട്, അല്ലായൊന്നുമില്ല, എൻ്റെ സ്വയം കഴിവുകൊണ്ട് ബാധിക്കില്ല. ഇനി മറ്റൊരു വശം നിങ്ങൾ ചിന്തിക്കൂ. എനിക്ക് യഥേഷ്ടം അള്ളാഹു, ഞാൻ വിചാരിക്കുമ്പോഴൊക്കെ അള്ളാഹു അദൃശ്യം അറിയിച്ചു തന്നാലും ഇത് സംഭവിക്കൂലോ, എന്നെ ഒന്നും ബാധിക്കൂലല്ലോ. അപ്പൊ പിന്നെ ഈ സ്വയം കഴിവെന്നുള്ളത് എന്ത് പ്രസക്തി എവിടെ ഉള്ളത്? ഞാൻ മനസ്സിലാകുന്നെന്നാണ് വിചാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം എന്താണ് ഈ പറയുന്നതെന്ന്. നമ്മുടെ ഈമാനം കൊണ്ട് വല്ലവരും പോകരുത്. പ്രവാചകനെ അപമതിക്കുന്ന ഒരു വർത്തമാനമാണിത്. പ്രവാചകൻ എല്ലാ അദൃശ്യങ്ങളും അറിയും. പ്രവാചകൻ ആ മക്കാ മുനവ്വറയിൽ കിടന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾക്കും, എല്ലാം അറിയും, കണ്ടും കേട്ടു. അതുകൊണ്ട് നിങ്ങൾ വേവലാതി പറഞ്ഞോ? അതുകൊണ്ടാണല്ലോ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പാരായണം ചെയ്യുന്ന മങ്കൂസ് മൗലൂദിലടക്കം ഞങ്ങൾ ഒരുപാട് പാവങ്ങൾ ചെയ്തു പോയി നബിയെ, ഞങ്ങൾക്ക് അങ്ങയോട് മാത്രമാണ് ആവലാതി ബോധിപ്പിക്കാനുള്ളത് എന്ന് പലരും അർത്ഥമറിയാതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊക്കെ നബി അവിടെ നിന്ന് കേൾക്കുകയും അതിനുള്ള പരിഹാരവും ഉണ്ടാക്കുകയും ചെയ്യുമെന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഈ വിശ്വാസം എത്രമാത്രം അപകടകരമാണെന്നറിയാമോ? ആ വിശ്വാസം വരുന്നത് ഈ പോയിന്റിൽ നിന്നാണ്. നബിക്ക് എല്ലാ അദൃശ്യങ്ങളും മരണാനന്തരവും അറിയാൻ കഴിയും. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. അവർ വിശ്വസിച്ചത് എന്താണ്? ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബിക്ക് ഇത് സാധിക്കുന്നതാണ്. മരിച്ച മുഹമ്മദ് നബിക്ക് ഇത് സാധിക്കുന്ന അവർ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിച്ചിട്ടില്ല. നമ്മൾ അവിടവും വിട്ടിട്ടാണ് പറയുന്നത് മരിച്ചാലും സാധിക്കും. അതും വിട്ട് പറയുന്നുണ്ട് പ്രഗത്ഭരായ ബഹുമാന്യരായ ചില പണ്ഡിതന്മാർ, പ്രവാചകൻ ഒഫാത്തായിട്ടേ ഇല്ല, വെറുതെ ഒന്ന് മറിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബി കാണുന്നത് പോലെ ഒഫാത്തായ മുഹമ്മദ് നബിയും കാണും. എത്രമാത്രം അപകടകരമായ വാദങ്ങളാണ് നമുക്ക് അറിയാമോ? ഈ വാദങ്ങളായിട്ടല്ല ഇത് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ മറുവശമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് വരുന്നത് പ്രവാചകനോട് കാര്യങ്ങൾ ചോദിക്കുകയും പ്രവാചകന്റെ മുമ്പിൽ വേവലാതികളും വ്യസനങ്ങളും ഇപ്പോഴും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നിടത്തായിട്ടാണ് ഇത് പ്രാക്ടിക്കലായിട്ട് വരുന്നത്. അല്ലാതെ ഇത് സിദ്ധാന്തം പഠിപ്പിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിദ്ധാന്തം ഒരുപക്ഷെ നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ പണി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാകും. അത് ചെയ്യുന്നതിന്റെ സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ അദൃശ്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ അറിയും എന്നിടത്ത് നിന്നാണ്. മാത്രമല്ല, പ്രവാചകൻ അങ്ങനെ സ്വയം കഴിവുകൊണ്ട് എനിക്കറിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ പ്രവാചകൻ എന്താ പറയേണ്ടത്? പ്രവാചകൻ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്റെ കയ്യിൽ അള്ളാഹുവിന്റെ ഖജനാവുകളില്ല, എന്റെ കയ്യിൽ ഖജനാവില്ല എന്നല്ല റസൂൽ പറയുന്നത്. എന്റെ കയ്യിൽ ഖജനാവൊന്നുമില്ല. നിങ്ങൾ പറയണതൊക്കെ ചോദിക്കണതൊക്കെ പറഞ്ഞു തരാനും ചോദിക്കണ അത്ഭുതങ്ങളൊക്കെ കാണിക്കാനും എന്റെ കയ്യിൽ ഖജനാവില്ല എന്നല്ല റസൂൽ പറയുന്നത്. റസൂലിനെ കൊണ്ട് അള്ളാഹ് പറയിക്കുന്നത് എന്റെ കയ്യിൽ അള്ളാഹുവിന്റെ ഖജനാവുകളില്ല എന്നാണ്.
അതായത് അള്ളാഹ് അങ്ങനെ ഒരു ഖജനാവ് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റസൂൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്തെങ്കിലും ഒരു അദൃശ്യ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയിക്കണം എന്ന് വിചാരിച്ചാൽ ആ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. അതിനപ്പുറം 63 കൊല്ലക്കാലം ജീവിച്ച പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകനായിട്ട് ജീവിച്ചിട്ടും ആ 23 കൊല്ലവും പ്രവാചകന് യഥേഷ്ടമായിട്ട് അദൃശ്യം അറിയാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് എന്തിയാ അള്ളാഹ് പറയിക്കാതിരുന്നത്? ഞാൻ അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയല്ലാതെ ദൃശ്യങ്ങൾ അറിയില്ല എന്ന് പറയാത്തത് ഖുർആനിൽ. അങ്ങനെയാണെങ്കിൽ പറയണമല്ലോ ഇവര്, അള്ളാഹ് പറയിക്കണമല്ലോ. അതും എന്ത്, എനിക്ക് അദൃശ്യം അറിയില്ല എന്നേ റസൂൽ പറയുന്നുള്ളൂ, അള്ളാഹ് പറയിക്കുന്നുള്ളൂ. ഖുർആനിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് അള്ളാഹ് പറയിക്കുന്നില്ല, നബിയെ താങ്കൾ പറഞ്ഞേക്ക് എനിക്കൊരു ദൃശ്യങ്ങളും അറിയില്ല എന്നെന്തേ പറയിക്കാത്തത്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു കണ്ണ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ണ് കൊടുത്ത കണ്ണുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് യഥേഷ്ടം ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അത് ഹലാലും കാണാൻ സാധിക്കും, അത് ഹറാമും കാണാൻ സാധിക്കും. ആ കാഴ്ച അള്ളാഹുവിന് ഏത് സമയത്ത് വേണമെങ്കിലും വിഡ്രോ ചെയ്യാനും അള്ളാഹ്ക്ക് സാധിക്കും. ഇതുപോലെയല്ല അദൃശ്യം. ദൃശ്യം കാണാനുള്ള കഴിവ് പോലെ അള്ളാഹുവിൻ്റെ റസൂലിനോ അതിനുശേഷം വന്ന ഓരോ ലീനും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദൃശ്യം അറിയും, കാണാത്തത് പറയും, ഭാവി പറയും എന്ന് വിചാരിച്ച് ഓരോ ലീൻ്റെ അടുത്തേക്കും നമ്മൾ പോകേണ്ടതുമില്ല. ആ പണിയൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. റസൂലിനില്ല, പിന്നെ ബാക്കിയുള്ളവർക്കുണ്ടാവും. അതുകൊണ്ട് എന്നോ മരിച്ചുപോയ ആൾക്ക് വിമാനം പിടിച്ചു നിർത്താനോ കപ്പൽ പിടിച്ചു നിർത്താനോ ട്രെയിൻ പിടിച്ചു നിർത്താനോ മരിച്ചവരെ ജീവിപ്പിക്കാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. കാരണം ധാരാളമായി, ഞാൻ ഖുതുബയിൽ പറഞ്ഞല്ലോ, ധാരാളമായി ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ധാരാളമായി ജനങ്ങൾ അവരുടെ വിശ്വാസത്തെ അവസാനം എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ മൂടി തുറന്നവരുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയ അവസ്ഥയായി. അവസാനം ഈ മൂടി തുറന്ന് ഭൂതം തുറന്നു വിട്ട പോലെയായി. ഇപ്പൊ ഇവരുടെ പിടുത്തത്തിലൊന്നും നിൽക്കണില്ല. കാരണം വായി തോന്നിയതൊക്കെ എല്ലാവരും പറയണം. അവസാനം ഇപ്പൊ പടച്ചോനാണെന്നും പറയണം. ഇപ്പൊ മൂടിയിൽ അടക്കാൻ പറ്റാതായി. ഇപ്പൊ ഇതിനെ ആ കോലത്തിലായി കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സത്യത്തിൽ വല്ലാത്ത വിഷമവും വേദനയും പ്രയാസവും ദുഃഖവും തോന്നും. അമ്മാതിരി കോലത്തിലായി കേരളത്തിലെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അഥവാ ഈ വർത്തമാനം ഉണ്ടല്ലോ, ഇത് ചില്ലറ വർത്താനമല്ല. ഈ വിശുദ്ധ ഖുർആനിലെ ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ കാര്യം, എനിക്ക് അദൃശ്യം അറിയില്ല എന്നുള്ള കാര്യം, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണെന്നും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണത്. കാരണം പ്രവാചകൻ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ പ്രവാചകനായി ചമയുകയായിരുന്നുവെങ്കിൽ, അതിൻ്റെ പേരിൽ ഒരു വേദഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയായിരുന്നുവെങ്കിൽ അതിനകത്ത് പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല. കാരണം സ്വാർത്ഥ താല്പര്യങ്ങളുമായി രംഗത്ത് വന്ന ഒരാൾ എല്ലാം എനിക്ക് അറിയാമെന്നേ പറയുള്ളൂ. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോലും അനുയായികൾ എന്താ പറഞ്ഞുകൊണ്ട് നടക്കണത്? റസൂല് പറഞ്ഞ് എനിക്കിതൊന്നും അറിയില്ലെന്ന്. എന്നിട്ട് റസൂലിൻ്റെ അനുയായികൾ, റസൂലിനെ ആഘോഷിക്കുന്നവർ, റസൂലിനെ സ്നേഹിക്കുന്നവർ, ഹുബ്ബുള്ളവരെന്നൊക്കെ പറയുന്നവരെന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എല്ലാ നബിക്ക് അറിയാമെന്നാണ്. ആ നബിയാണ് പറയുന്നത് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന്. നബി സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറത്തായിരുന്നു ഇത് ചെയ്തിരുന്നതെങ്കിൽ ഒരിക്കലും നബി പറയില്ല എനിക്ക് അദൃശ്യം അറിയില്ല എന്ന്. എനിക്ക് എല്ലാ അദൃശ്യം അറിയാമെന്നേ പറയുള്ളൂ നബി. അപ്പോൾ ഈ 2 വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ് പ്രവാചകൻ. സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറത്ത് വന്നതല്ല. സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറത്തായിരുന്നു റസൂൽ വന്നതെങ്കിൽ എനിക്കെല്ലാ ദൃശ്യങ്ങളും, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും അങ്ങനെയല്ലേ പറയുന്നത്, എന്തും പറഞ്ഞു തരും. എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോ പറഞ്ഞു തരും എന്നല്ലേ പറയുന്നത്. റസൂൽ എന്താ പറയുന്നത്? നിങ്ങളിതൊന്നും ചോദിച്ചു എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല, ഞാൻ അതൊന്നും പറയാൻ വന്ന ആളല്ല. ഞാൻ വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും വഹീ തന്നാൽ ഞാനത് പറയും, അത് പിന്തുടരും, അത്രേ ഉള്ളൂ. എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ എത്ര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇത് ആളുകൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നതിനൊറ്റ പരിഹാരമുള്ളൂ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഖുർആൻ പഠിക്കുക. ഖുർആൻ പഠിക്കുക. വെറുതെ പഠിച്ചാൽ പോരാ, നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ ഇവരുടെ എല്ലാ ചൂഷണത്തിൻ്റെ വഴികളും തന്ത്രങ്ങളും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും.
നമ്മുടെ ഈമാൻ വളരെ സ്റ്റേബിളായിട്ട് നിലനിർത്തി സത്യസന്ധമായ ഒരു സത്യവിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പരം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.